സോ ഗൈസ്, ഈ 2025 എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇപ്പൊ ഈ വരാൻ പോണ വീഡിയോ. അപ്പൊ എങ്ങനെ എൻ്റെ 2025 ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നടന്നില്ല എന്നൊക്കെ പറയട്ടെ. ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു, അപ്പൊ ഞാനും വിചാരിച്ചു എന്തുകൊണ്ട് ഞാനും പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. അപ്പൊ 2025 ഏറ്റവും ഹാപ്പി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഗോൾ എന്ന് പറഞ്ഞത് ഞാനൊരു പുതിയ കൺട്രിയിലോട്ട് വന്നിട്ട് ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി. അതാണ് ഏറ്റവും ഇതുവരെ ലൈഫിൽ ഞാൻ എടുത്തതിൽ ഏറ്റവും വലിയൊരു ഡിസിഷൻ അതാണ്. സോ അത് 2025 നടന്നു. ആൻഡ് വിത്ത് ഗോഡ്സ് ഗ്രേസ് ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ 2025 എനിക്ക് കുറേ നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആൻഡ് കുറേ ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ പൈസയ്ക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് 2025 കടന്നു പോയിട്ടുണ്ട്. 2025 എനിക്ക് വലിയതായിട്ട് മെന്റൽ ട്രോമാസ് അധികം തന്നിട്ടില്ല. ഇറ്റ് വാസ് ഫാർ ബെറ്റർ ദാൻ 2024. കുറേ പുതിയ സ്ഥലങ്ങളിൽ പോകാനും കുറേ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനും കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും ഒക്കെ. എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് വലിയ ഗാങ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ആളല്ല. 1-2 ട്രൂ ഫ്രണ്ട്സ് മതിയെന്ന് കരുതുന്ന ഒരാളാണ്. സോ അങ്ങനെ എല്ലായിടത്തിലും 1-2 നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ലൈഫ് ലോങ് വെക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ക്ലോസ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെയാണ് ഞാൻ 2025 എന്ന് ആലോചിക്കുമ്പോൾ. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഈ ഒരു ഫാമിലി എനിക്ക് കുറച്ച് ഗ്രോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഐ ആം സോ ഹാപ്പി. സോ അതൊരു വലിയ നേട്ടമാണ്. ആൻഡ് ഈ ഒരു കൊല്ലം ഫുള്ളെന്ന് ഞാൻ പറയുന്നില്ല, ഈ കൊല്ലം പകുതിക്ക് ശേഷമെങ്കിലും കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ പാരൻസിനെ കുറച്ച് പ്രൗഡാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഈ ഒരു കൊല്ലം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പൊതുവെ ന്യൂ ഇയറിൻ്റെ അന്നത്തേക്ക് ഇതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വെക്കുന്ന ഒരാളല്ല. ആകെ പ്ലാൻ ചെയ്യുന്ന കാര്യം വെയിറ്റ് ലോസ് ആണ്. അത് ദൈവം സഹായിച്ച് നടന്നിട്ടില്ല. മേ ബി ഒരു 2 kg കുറഞ്ഞ 1.5 kg കൂടും, അങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരു ജേണിയാണ് അത്. സോ ആ ഒരു കാര്യം മാത്രമേ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് ഇത്രയും പൈസ ഉണ്ടാക്കണം, ഞാൻ ഈ മാസം ഇന്ന സ്ഥലത്ത് പോകണം, അങ്ങനത്തെ ഡ്രീംസ് ഒന്നും എനിക്ക് ഡ്രീംസ് ഉണ്ട്. പക്ഷെ അത് ഞാൻ ഈ ന്യൂ ഇയറിന്റെ അന്നിങ്ങനെ എണ്ണി മാനിഫെസ്റ്റ് ചെയ്യാറില്ല, ചെയ്തിട്ടില്ല ഇതുവരെ. ബട്ട് ദിസ് ടൈം ഐ എം തിങ്കിങ് ടു മാനിഫെസ്റ്റ് തിങ്സ് ആൻഡ് ഈറ്റ് ദോസ് ഗ്രേപ്സ് അണ്ടർ ദ ടേബിൾ. സോ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ചില കാര്യങ്ങൾ നടക്കും, ചിലത് നടക്കാണ്ട് പോവും. സോ അതിലൊന്നും ഡിസപ്പോയിന്റഡ് ആയിട്ട് കാര്യമില്ല. ലൈഫ് എല്ലാവർക്കും വേറെ വേറെ പോലെയാണ്. സോ നടക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുക. നടക്കാത്ത കാര്യങ്ങൾ നമുക്ക് ഇനിയും വർഷങ്ങൾ മുന്നിൽ ഇരിക്കുകയാണ്. നമുക്ക് ആ ഒരു കൊല്ലം അതിനായിട്ട് ട്രൈ ചെയ്യാം. ആൻഡ് I'm very grateful to the people who stood with me. I'm very grateful to the things that happened in my life. ആൻഡ് ഞാൻ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് എൻ്റെ പാരൻസിനോടാണ്. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. അവർ ഭയങ്കര സപ്പോർട്ടീവാണ് എൻ്റെ ലൈഫിൽ. ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ളത് എൻ്റെ പാരൻസ് ആണ്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് ഐ ഹോപ്പ് 2026 നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ എല്ലാവർക്കും കരുതി വെച്ചിട്ടുണ്ടാവട്ടെ. ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ദാറ്റ് ഈസ് ദ മെയിൻ തിങ് അല്ലേ. മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. മറ്റേ എത്ര പൈസ ഉണ്ടായിട്ട് സമാധാനം ഇല്ലെങ്കിൽ ഗൈസ് പോയി, ജീവിതം തീർന്ന്. സോ സമാധാനം, എല്ലാവർക്കും നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ ലെറ്റ്സ് ട്രൈ മാനിഫെസ്റ്റിംഗ് ദിസ് ടൈം, റൈറ്റ്? അപ്പം ഞാൻ ഇന്ന് ഗ്രേപ്സ് ഒക്കെ വാങ്ങി വന്നിട്ടുണ്ട്. 12 മണിക്ക് നടക്കുമെന്നൊന്നും അറിയില്ല, ബട്ട് സ്റ്റിൽ എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ? അങ്ങനെ നടക്കും, നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ട്രൈ ചെയ്യാലോ. അതിന് വലിയ ചെലവൊന്നും ഇല്ലല്ലോ. 12 ഗ്രേപ്സ് അല്ലേ വേണ്ടു. അപ്പം അത് വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇന്ന് ന്യൂ ഇയറിന് ഞാൻ എവിടെയും പോകാനൊന്നും പ്ലാൻ ചെയ്തില്ല. ബിക്കോസ് ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഇന്ന് -12, 13 അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. സോ രാത്രി അവിടെ പോയി വിറച്ച് നിൽക്കണേക്കാൾ നല്ലത് നമുക്ക് റൂമിൽ ഒരു ചെറിയ രീതിയിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും. ഇപ്പം ഞങ്ങൾ ഫുഡൊക്കെ വെച്ചിട്ട് വാങ്ങിയിട്ടുണ്ട്. സ്നാക്സും ഫുഡും ഗ്രേപ്സും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ വീട്ടിൽ തന്നെ ആഘോഷിക്കാമെന്ന് കരുതി. ആൻഡ് ഒരു നല്ല കൊല്ലം, അടുത്ത കൊല്ലം ദൈവമേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ 2026 തരണേ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയിൽ ഇരിക്കുകയാണ് ഞാൻ. നിങ്ങൾക്കും അങ്ങനെ ആവട്ടെ. പിന്നെ എൻ്റെ ഒരു ഏറ്റവും വലിയ വിഷ് പറയുന്നത് 2026 എനിക്കൊന്ന് വീട്ടിൽ പോകണം ഗൈസ്. ഒന്ന് വീട്ടിൽ പോകണം.
എനിക്കിപ്പോൾ തന്നെ വീട് മിസ് ചെയ്യാൻ തുടങ്ങി. സോ എപ്പോൾ വീട്ടിൽ പോകാനൊരു അവസരം കിട്ടുന്നു അപ്പം ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് ഒന്ന് ഓടും, തിരിച്ചു വരും. ബട്ട് സ്റ്റിൽ സോ അതും എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് 2026ലേക്ക്. പിന്നെ കുറച്ചും കൂടി ഒന്ന് ഫിനാൻഷ്യലി ഒക്കെ ഒന്ന് സെറ്റ് ആവണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെ നടക്കും നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ ദി ഇൻഫ്ലുവൻസർ ജേർണി കുറച്ച് നന്നായിട്ട് പോകണം. ബിക്കോസ് കൊറിയ എനിക്ക് കുറച്ച് അവസരങ്ങൾ തരുന്നുണ്ട് ആസ് എൻ ഇൻഫ്ലുവൻസർ. നിറയെ കൊളാബറേഷൻ അവസരങ്ങളും പിന്നെ ഈവൻ ഇൻഫ്ലുവൻസേഴ്സിന് അവർ ഹയർ ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസേഴ്സിനെ പല പല തിങ്സ് എന്ന് വെച്ചാൽ പ്രൊമോട്ട് ചെയ്യാനൊക്കെ, അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാനൊക്കെ, അതും വിത്ത് പേയ്മെന്റ് ഒക്കെ ഞാൻ ഒരുപാട് കണ്ടു. ബട്ട് ഞാൻ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. സോ ഈ ഒരു കൊല്ലം ആ ഒരു ഇൻഫ്ലുവൻസർ ജേർണി ഒന്ന് സ്ട്രോങ് ആവണം എന്ന് എനിക്കുണ്ട്. ഓൾസോ എൻ്റെ യൂട്യൂബ് ഫാമിലി ഒന്ന് നന്നായിട്ട് ബിൽഡായിട്ട് ലൈക്ക് എനിക്കത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള ആൾക്കാർ മൊത്തം എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നവരാണ്, കുറ്റം പറയാൻ കാണുന്നവരല്ല. സോ ഞാൻ എങ്ങനെയാണോ അതാണ് ഞാൻ നിങ്ങൾക്കും ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഞാൻ അഭിനയിച്ച് നിൽക്കുന്ന ഒരാളല്ല. വീഡിയോയിൽ ഞാൻ എന്താ പറയുക, എൻ്റെ ഭാഷ ഭയങ്കര നന്നാക്കി അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ എങ്ങനെയാണോ അതാണ് നിങ്ങൾക്കും തരുന്നത്. ആ ഒരു സെയിം വൈബാണ് വീഡിയോയിൽ ഞാൻ കാട്ടാൻ ശ്രമിക്കണത്. സോ എന്നെ ഇഷ്ടപ്പെടുന്നവര് എൻ്റെ വീഡിയോ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കമന്റ്സിലൂടെ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. സോ മച്ച് ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു ഗൈസ്. ഇനിയും എന്നെ ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടട്ടെ. നമുക്കൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോവാം. ആൻഡ് ലെറ്റ്സ് ടോക്ക്. ഓൾസോ നിങ്ങളുടെയൊക്കെ 2025 എന്തൊക്കെ നടന്നു, 2026 എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്, എന്തൊക്കെ വിചാരിച്ച് നടന്നില്ല, എല്ലാം കമന്റ് ചെയ്യും. ഞാൻ എല്ലാവരുമായിട്ടും ലൈക്ക് ഒന്ന് സംസാരിക്കാൻ റെഡിയാണ് ഈ ഒരു ന്യൂ ഇയറിന്. ലെറ്റ്സ് ടോക്ക്. സോ ഐ വിൽ ബി ആക്റ്റീവ് ഇൻ ദ കമന്റ് സെക്ഷൻ ആസ് ഓൾവേസ്. ഞാൻ കമന്റ് സെക്ഷനിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയാം, എല്ലാ കമന്റിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. സോ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. ലെറ്റ്സ് ടോക്ക്. ഈ ഒരു ന്യൂ ഇയറിന് നമുക്ക് നമ്മുടെ നടന്ന കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങളും നടക്കാൻ പോണ കാര്യങ്ങളും ലെറ്റ്സ് ഡിസ്കസ് ഗൈസ്. കം ഓൺ. സോ ലെറ്റ്സ് സീ അണ്ടർ ദ ടേബിൾ at 12.